ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂസ് കാണിച്ചു തരാം. 2024 ഏറ്റവും വലിയ കോമഡി ന്യൂസാണിത്. എന്തായാലും ന്യൂസ് കണ്ടിട്ട് നമുക്ക് ബാക്കി മറുപടി പറയാം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി വലിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ. അതിൽ ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയാണ്. ബംഗ്ലാദേശിനെ മതം, വംശം, വിശ്വാസം എന്നിവ കണക്കിലെടുക്കാതെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തോട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് റിയാക്ഷനാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഈ ന്യൂസ് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ഇന്ത്യ ബംഗ്ലാദേശിനോട് പറയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുതെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ചിരി വന്നത്. രണ്ട് കാലും മന്തുള്ളവൻ ഒരു കാലും മന്തുള്ളവനെ കളിയാക്കിയാൽ എന്താണ് അവസ്ഥ? അതല്ലേ ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയവാദികളുള്ളത് ഇന്ത്യയിലാണ്. ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നതും ഇന്ത്യയിലാണ്. ആ ഇന്ത്യ ബംഗ്ലാദേശിനോട് പറയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കരുതെന്ന്. ഇതിലും വലിയ കോമഡി ആയിട്ടുള്ള ന്യൂസ് 2024 വേറെ കേൾക്കാൻ പറ്റോ? ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങളോട് ഭൂരിപക്ഷത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. എല്ലാ പള്ളിയുടെ അടിയിലും പോയിട്ട് മാതാ നിൽക്കുകയാണ്. അതായത് അവിടെ ഒരു ശിവലിംഗം ഉണ്ട്, ഞങ്ങളുടെ വിഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പള്ളിയും ഇവന്മാര് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുള്ള ഇന്ത്യ ആണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ചെറിയ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നതിൽ ഞങ്ങൾ വിയോജിപ്പ് അറിയിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിലും വലിയ കോമഡി ആയിട്ടുള്ള ന്യൂസ് നമുക്ക് ഈ 2024 വേറെ കേൾക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായ BJPയുടെ നേതാവായ ഉള്ളി സുരേട്ടൻ ചെറിയൊരു പ്രസ്താവനയൊക്കെ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിരുന്നു. എന്തായാലും അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് മറുപടി പറയാം. പ്ലേ ചെയ്യാം. ബംഗ്ലാദേശ് പോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോഴുള്ള ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതിന് ഒന്നാം തരം ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ കാണുന്നത്. എന്ത് മനോഹരമായിട്ടല്ലേ വർഗീയത ഇങ്ങനെ തുപ്പുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സുരേട്ടൻ എന്താ പറഞ്ഞത്? ന്യൂനപക്ഷക്കാരും ഭൂരിപക്ഷക്കാരായി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പോലെ ആവും ഇന്ത്യ മഹാരാജ്യം എന്നാണ് നമ്മുടെ സുരേട്ടൻ പറഞ്ഞുകൊണ്ട് വന്നത്. സുരേട്ടന്റെ പാർട്ടിക്കാർ എന്തുകൊണ്ടാണ് കേരളത്തിൽ പൂജ്യമായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ. കാരണം അവരുടെ പാർട്ടിയുടെ തലവനായിട്ടുള്ള ഒരാൾ തന്നെ ഇങ്ങനെ പച്ചക്ക് വന്നിട്ട് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യോ? ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പൂജ്യമായിട്ട് കിടക്കുന്നത്. പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ മാധ്യമപ്രവർത്തകരെ കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെയുള്ള മുസ്ലിംസ് അധികമായി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പോലെ ആകും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിലുള്ള വർഗീയത എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സുരേട്ട. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം സുരേട്ടനെ പോലുള്ള ഒരാള് അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളായിട്ട് പോലും അറിയാതെ അങ്ങ് പറഞ്ഞു പോയത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ള മതക്കാരെ ഉപദ്രവിക്കുമെന്നല്ലേ. എന്താ പറയാൻ സുരേട്ട, വെറുതെ അല്ല പൂജ്യമായിട്ട് കിടക്കുന്നത്. ഇങ്ങനെ പച്ചക്ക് വർഗീയത മാധ്യമപ്രവർത്തകരോട് വന്ന് പറയാൻ നിങ്ങൾക്ക് മാത്രമേ, അതായത് നിങ്ങളെ പാർട്ടിയിലുള്ള മെമ്പേഴ്സിന് മാത്രമേ ധൈര്യമുള്ളൂ. അല്ലാതെ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പാർട്ടിക്കാരും നിങ്ങൾ ഈ പറഞ്ഞതുപോലത്തെ പ്രസ്താവന ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് പറയാനും സാധ്യതയില്ല. കേരളത്തിൽ വർഗീയത പ്രചരിപ്പിച്ച് പാർട്ടി എന്ന് പറയുന്ന സംഭവത്തെ വളർത്തിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ്. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പച്ചക്ക് ഒരു മതത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ അടിച്ചുവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സുരേട്ടനെ പോലുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്നതിനോട് ഞാനൊരിക്കലും യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കാൻ പാടില്ല. അവരുടെ മതമല്ല നോക്കേണ്ടത്, അവരൊക്കെ മനുഷ്യരാണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യല്ല, തേങ്ങം ചെയ്തേക്ക്. ബൈ.